ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ്. അപ്പോൾ ഇതൊരു സങ്കീർണമായ എപ്പോഴും വിഷയം ക്രിസ്തുവിനെ എങ്ങനെ സങ്കീർണമാക്കാവുന്നതാണ് പലപ്പോഴും പല ആശയവേദികളിലും പഠനങ്ങളും ഡിസ്കഷൻ നടക്കുന്നത്. പിശാചിത്ര സുന്ദരമായ രീതിയിലാണ് ക്രിസ്തുവിനെ മനുഷ്യഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. വഴിയരികിൽ വിത്തുകളെ ചില വിത്തുകൾ വഴിയരികിൽ വീണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇപ്പം ലുക്കാൻ്റെ സുവിശേഷത്തിൽ മത്തായി സുവിശേഷം 13:9 തൊട്ടുള്ള വചനങ്ങൾ, ചില വിത്തുകൾ, അത് 1 തൊട്ടുള്ള വചനങ്ങളുണ്ട്. അതിൽ ചില വിത്തുകൾ വഴിയരികിൽ വീണു, പറവകൾ വന്ന് അതിനെ കൊത്തിക്കൊണ്ടുപോയി. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 13:4 അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. പക്ഷെ അവന് പകരം ഇന്ന് വചനം വിതക്കണത് ആരാണ്? സഭയല്ലേ വിതക്കുന്നത്? അല്ലേ? സഭയല്ലേ വചനം വിതക്കണത്? അപ്പം സഭ വചനം വിതക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുറേ എണ്ണം വഴിയരികി വീഴണത്? അതിൻ്റെ കാരണം ഇവർ സങ്കീർണമാക്കണത് കൊണ്ടാണ്. ക്രിസ്തുവിനെ സങ്കീർണമാക്കി കളയും. ക്രിസ്തുവിനെ സങ്കീർണമായി കഴിയുമ്പോൾ ആർക്കും അതിൻ്റെ അകത്ത് കടക്കാൻ പറ്റത്തില്ല. നിങ്ങളതിൽ കടന്നില്ല, കടക്കാൻ വന്നവരെ നിങ്ങൾ തടഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ? ഇതെല്ലാ കാലങ്ങളിലും നടക്കുന്ന ഒരു സംഭവം. അതായത് എന്തുമാത്രം ഇതിനെ സങ്കീർണമാക്കാൻ പറ്റുമെന്നുള്ളത് സാത്താൻ ഗവേഷണം നടത്തുന്ന ഒരു ഏറ്റവും വലിയ വിഷയമാണ്. വചനത്തെ എന്തുമാത്രം സങ്കീർണമാക്കാം, സാധാരണ ജനങ്ങൾക്ക് ഇത് എങ്ങനെ അപ്രാപ്യമാക്കാം, എങ്ങനെ രക്ഷയെ അട്ടിമറിക്കാം. പക്ഷേ ഇത് സെൻറ്റ് പോൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ക്രിസ്തു വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന്. കൈയിടിച്ച് കർത്താവിനെ സ്തുതി. പാസ്പോർട്ടിൻ്റെ അത് ഡേറ്റിൻ്റെ പ്രശ്നമുണ്ട്, ജനനത്തീയ പ്രശ്നമുണ്ട്, പേരിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം വന്നിട്ട് പാസ്പോർട്ടിൻ്റെ 1ാം കൗണ്ടർ 2ാം കൗണ്ടറിലൊക്കെ ഇവർ റിജക്റ്റ് ചെയ്യും. 1ാം കൗണ്ടറിലും 2ാം കൗണ്ടറിലും ഇവർക്ക് പാസ്പോർട്ട് റിജക്റ്റ് ചെയ്യും. കാര്യം പേര് രണ്ടും രണ്ടാണ്. അപ്പം അതുകൊണ്ട് അവർ മനസ്സിൽ അവരുടെ മുമ്പിലുള്ളത് ഉടമ്പടി കാശ്ചര്യമാണ്. ഉടമ്പടി കാശ്ചര്യം വിളിച്ചുകൊണ്ട് 1ാം കൗണ്ടറും 2ാം കൗണ്ടർ റിജക്റ്റ് ചെയ്ത പാസ്പോർട്ട് അപേക്ഷയുമായിട്ട് ഒരു 3ാം കൗണ്ടറിലേക്ക് പോകും. എന്ത് നോൺസെൻസാണ്! സാധാരണ ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു പ്രത്യാശയാണ്. ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി കർത്താവ് ഈ വിഷയത്തിൽ സെറ്റ് ചെയ്യുമെന്നുള്ളത്. 3ാം കൗണ്ടറിൽ ചെന്നപ്പോഴീ 2ാം കൗണ്ടറുകാരൻ 3ാം കൗണ്ടർ ഒന്നിച്ചും പറയുന്നത് ഈ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ഇതിനിങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടെന്ന്. ഉടനെ ഈ 3ാമത്തെ കൗണ്ടറിലിരിക്കുന്ന ഓഫീസർ പറയണേ ഇങ്ങനെയുള്ള കാര്യമൊന്നും ഇപ്പം നോക്കണില്ല, ഇവർക്ക് ഞാൻ പാസ്പോർട്ട് കൊടുക്കുകയാണെന്ന്. കൈ ഇടിച്ച് കർത്താവിനെ ചൊല്ലി ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ
ശ്രദ്ധിക്കേണ്ട വിഷയം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അതിന് ക്രിസ്തുവിൽ പരിഹാരമുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് സിമ്പിളാണ്. അതാണ് വിഷയം. അതാണ് ഇത്രയും നേരം പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരുന്നത്. രക്ഷ നിൻ്റെ ഹൃദയത്തിലുണ്ട്, അധരത്തിലുണ്ട്. ജസ്റ്റ് സ്പെല്ലിറ്റ്, അത്രേ ഉള്ളൂ. നീ അത് യേശുവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ആ സമയം മുതൽ നിനക്ക് കൃപ നിന്നിലേക്ക് ഒഴുകാൻ തുടങ്ങും. പക്ഷെ അതിന് പിന്നെ ആ കൃപ നിലനിൽക്കാൻ വേണ്ടി, കാര്യം കർത്താവ് എപ്പോഴും നിലനിൽപ്പിനെക്കുറിച്ച് പറയും അല്ലേ? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ഫലമുണ്ടാകാനും, അവരുടെ ഫലം 15-16 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 15:16 നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും ഒന്ന് പറഞ്ഞു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. സോ ദിസ് വിഷയം, അതായത് നമുക്ക് ലഭിക്കുന്നതിന് ഓൺലി സിംഗിൾ മെക്കാനിസമേ ഉള്ളൂ, ജസ്റ്റ് ബിലീവ് ഇൻ ഇറ്റ്. കർത്താവിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ വാതിൽ ഓപ്പൺ ചെയ്യും. പക്ഷേ അനുഗ്രഹത്തിനൊരു പ്രോബ്ലം ഉണ്ട്. അനുഗ്രഹം നമുക്ക് അവകാശമാക്കുകയും അനുഭവിക്കുകയും വേണ്ടേ? രണ്ട് കാര്യങ്ങളുണ്ട്. അനുഗ്രഹം അനുഭവവേദ്യമാകണം അല്ലേ? അപ്പം അനുഭവവേദ്യമാകണമെങ്കിലാണ് പിന്നീട് നമ്മളത് വിശുദ്ധിയിൽ നിലനിൽക്കേണ്ട ആവശ്യമൊക്കെ വരണത്. അവിടെയാണ് വിഷയം. അത് അനുഭവവേദ്യമാകുക എന്നുള്ളത് ഇപ്പോൾ അനുഭവിക്കാൻ യോഗ്യമില്ലാതിരിക്കുന്നവരില്ലേ? അപ്പം നമുക്ക് അനുഗ്രഹം കിട്ടിയാൽ മാത്രം പോരാ, ആ അനുഗ്രഹത്തിൽ നമ്മൾ നിലനിൽക്കണം, അനുഭവവേദ്യമാകണം നമുക്ക്. അപ്പോൾ അനുഭവവേദ്യമാകണമെന്നുണ്ടെങ്കിൽ ഇപ്പം അവർ കേട്ട വചനം അവർക്ക് അനുഭവപ്പെട്ടില്ല. അനുഭവപ്പെടാതിരിക്കാനൊക്കെ ഇപ്പം ഹെബ്രായർ 4:2 നമ്മൾ ഇടയ്ക്ക് വായിക്കുന്നില്ലേ? ഒന്ന് വായിച്ചോളൂ. ശ്രുതികട്ടെ. ഹെബ്രായർ 4:2 അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. അപ്പൊ വിശ്വാസത്തിന്റെ കൂടെ വരുന്ന സംഭവമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ കൂടെയാണ്. ഇപ്പൊ വിശ്വാസമുണ്ടോ, അതിന് ഓട്ടോമാറ്റിക്കായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് ദൈവം അതീവ വിശുദ്ധയായതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിനെ പോലെ നമ്മൾ വിശുദ്ധിയിലേക്ക് വരണം. ദൈവത്തിൻ്റെ പോലെ നമ്മൾ വിശുദ്ധിയാണുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വിശുദ്ധിക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവനായിരിക്കണം എന്ന് പറയണത്. ഇപ്പം നമ്മൾ എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്യത്തില്ലേ? അപ്പോൾ ദൈവം എന്താ പറയണത്? നീ എൻ്റെ മുമ്പാകെ വേപരിക്കണം. 17:3 ഉൽപ്പത്തി പുസ്തകം. ശ്രുതികട്ടെ. ഉൽപ്പത്തി 17:1 സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഈ കുറ്റമറ്റവനായി, അതായത് കുറ്റമറ്റവനായി നിൽക്കാൻ വേണ്ടിയാണ്. കാര്യം വെച്ചാൽ നമ്മളുടെ ഭാഗ്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് നമ്മളുടെ കുറ്റമറ്റ അവസ്ഥകളിലാണ് ഇത് കൂടുതൽ വർക്ക് ചെയ്യണത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവൻ. ദൈവം ആരാണ്? ഇപ്പോൾ 32-ാമത് സങ്കീർത്തനം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 32:2 ശ്രുതികട്ടെ. സങ്കീർത്തനം 32:2 കർത്താവ് കുറ്റം ചുമത്താത്തവനും, കർത്താവ് കുറ്റം ചുമത്താത്തവനും, ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അത് ഭാഗ്യവാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ തന്നെ പറയും, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്താ കാരണം? കർത്താവ് കുറ്റം ചുമത്താൻ പറ്റാത്ത. അമ്മയുടെ ആത്മീയ കരുത്തെന്ന് പറയുന്നത് അതാണ്.
എന്താണ്? എല്ലാ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി നിക്കൃതിക്കും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. സകല തലമുറകളും. ലൂക്ക 1:48. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. നമ്മൾ ക്രിസ്തുവിലെ ആയിരിക്കുമ്പോൾ പുതിയ സൃഷ്ടിയായിരിക്കുകയാണ്. ഈ പുതിയ സൃഷ്ടിയാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. 1 കൊരിന്ത്യസ് 5:17 വായിച്ചോളൂ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അപ്പൊ ക്രിസ്തുവിലായിരിക്കുന്ന ആൾക്കാരാണ് പുതിയ സൃഷ്ടിയാണ്. അവരുടെ അവകാശം ഓഹരിയും എന്താണ്? അവരെ സകല തലമുറകളും ഭാഗ്യവതി എന്ന്. അമ്മ മാത്രമല്ല, ആരെല്ലാം ക്രിസ്തുവിലായിരിക്കുന്നുവോ, ആരെല്ലാം ക്രിസ്തുവിൻ്റെ വചനത്തിന് അനുപേക്ഷമായി ജീവിക്കുന്നുവോ, അവരെ എല്ലാം ദൈവം സകല തലമുറകളും ഭാഗ്യവതി ഭാഗ്യവാൻ എന്ന് പ്രകീർത്തിക്കും. കൈയടിച്ച് കർത്താവിനെ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്, ഈ അമ്മയുടെ ഭാഗ്യം തലമുറകൾ തോറും നിത്യത വരെ അമ്മ ഭാഗ്യവതിയാണ്.
ഈ അമ്മ പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. എന്താണ് അമ്മ പറയുന്ന സ്പിരിച്വാലിറ്റി? ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരെ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം അവിടേതാകുന്നു. മലയിലെ പ്രസംഗമാണ് സംഭവം. പക്ഷേ ഈ മലയിലെ പ്രസംഗത്തിൻ്റെ വചനം മാംസം ധരിച്ച രൂപമാണ് പരിശുദ്ധ അമ്മ. മലയിലെ പ്രസംഗമാണ് 5:3 വരണത് അല്ലേ? എന്താ പറയണത്? ഈശോ പറഞ്ഞ ആദ്യം ആത്മാവിൽ പറഞ്ഞ്, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പൊ ശരീരത്തിന്റെ സമ്പത്ത് എന്താ നമുക്കറിയാം. പൊന്ന് അല്ലെ, പറമ്പ് എല്ലാം ശരീരത്തിന്റെ സമ്പത്താണ്. ആത്മാവിന്റെ സമ്പത്ത് എന്താണ്? ദൈവമാണ് ആത്മാവിന്റെ സമ്പത്ത്. ദൈവമാണ് എനിക്കില്ലല്ലോ, ദൈവം എനിക്കില്ലല്ലോ എന്ന് എന്തെല്ലാം കിട്ടിയാലും നേടിയാലും, ജോലി കിട്ടിയാലും, അതുപോലെ തന്നെ നീ വിചാരിക്കുന്ന എല്ലാം നടന്നാലും, പക്ഷേ ദൈവത്തിനെക്കുറിച്ച് നിനക്ക് ദൈവമില്ലല്ലോ. ദൈവമാണ് ഏറ്റവും വലുത്, എൻ്റെ ജോലിയേക്കാൾ വലുത്, എൻ്റെ വീടിനേക്കാൾ വലുത്, അതുപോലെ എൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കാൾ വലുത് ദൈവമാണെന്ന് തോന്നുമ്പോഴാണ് ഈ ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത്. മനസ്സിലായ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാനാണ് ദൈവത്തിൽ നമ്മൾ, അത് അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ്. ശരീരത്തിൻ്റെ ദാരിദ്ര്യം, വീട്, ജോലി, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. പക്ഷേ ഈ വിഷയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൻ്റെ ഈ ഈശോ അമ്മയെ സകല തലമുറകളും ഭാഗ്യവതിനെ കീർത്തിക്കുമ്പോൾ അത് തന്നെയാണ് ക്രിസ്തു പറയണത്. എങ്ങനെയാണ്? അമ്മയെ മാത്രമല്ല, ആരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവോ അവരെല്ലാം തലമുറകൾ തോറും അവർ ഭാഗ്യവതിയാകും. അതായത് ജന്മജന്മാന്തരങ്ങളും ഈ ജന്മത്തിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ ദൈവം ഭാഗ്യവാൻ. കാര്യം ദൈവം ഭാഗ്യവാനെന്ന് വിളിക്കുന്നവനാണല്ലോ ഭാഗ്യവാൻ. അതല്ലേ നമ്മൾ 32-ാം സങ്കീർത്തനം 2 കണ്ടത്. ദൈവം ഭാഗ്യവാനെന്ന് വിളിക്കുന്നവനാണ് ഭാഗ്യവാൻ. ദൈവം കുറ്റം ആരോപിക്കാത്തവനാണ് ഭാഗ്യവാൻ. ദൈവം കുറ്റം ആരോപിക്കാതിരിക്കുമ്പോഴേ നമുക്കറിയാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു പക്ക മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. മരിയൻ സ്പിരിച്വാലിറ്റി ചെയ്യാൻ വേണ്ടത് വചനം മാംസമായതും വചനം മാംസമാക്കിയതും വചനത്തെ വയറ്റിട്ട് വളർത്തിയതും വചനത്തെ വീട്ടിൽ നിർത്തി വളർത്തിയതും വചനത്തെ ലോകത്തിനെ ഏൽപ്പിച്ചതും എല്ലാം അമ്മ എന്ന് പറയുന്ന വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അമ്മയുടെ സ്പിരിച്വാലിറ്റി, യേശുവിനെ സ്വീകരിക്കാനുള്ളൊരു ആധ്യാത്മികതയുണ്ട്. യേശുവിനെ വയറ്റിട്ട് വളർത്താൻ അതിനുള്ള പേയ്മെൻ്റ് എല്ലാം കൊടുത്താണ് അമ്മ. നമ്മൾ ഔഷധപിതാവ് സ്വന്തം ഭർത്താവ് വരെ ഉപേക്ഷിക്കുമെന്ന് കണ്ടപ്പോഴും ആ പേയ്മെൻറ്റ് കൊടുക്കുന്നതിൽ യാതൊരുവിധ കോംപ്രമൈസ് അമ്മ ചെയ്തില്ല. വീട്ടിൽ കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടായ സമയത്ത് അമ്മ അവിടുന്ന് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയി. എന്നാൽ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലായാലും ചില സമയത്ത് വചനത്തിൻ്റെ കൂടെ സ്വീകരിക്കുമ്പോൾ ഒറ്റക്ക് നടക്കേണ്ടി വരുമെന്നാണ് അമ്മ നമുക്ക് തരുന്നൊരു പാഠം. എലിസബത്തിനെ സ്വീകരിക്കാൻ പോയത് ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരായിട്ടല്ല, ഒറ്റക്കാണ് പോയത്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഏതെങ്കിലും സമയത്ത് ഒറ്റക്ക് നടക്കേണ്ടി വരും. അവരുടെ വിശ്വാസം, അവരുടെ ജീവിതം മറ്റുള്ളവർക്ക്, നിങ്ങളുടെ ആൻറ്റിമാർക്കോ അങ്ങളമാർക്കോ അയൽവാസികൾക്കോ മനസ്സിലാകണമെന്നില്ല. മറ്റുള്ളവരുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് യു കനോട്ട് ലീവ് ഇൻ ആസ് എ ക്രിസ്ത്യൻ. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയായിട്ട് തുടരാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തോടെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാഷ്വാലിറ്റിയിലും ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെടും അമ്മയെപ്പോലെ. അപ്പോഴും ഏത് സമയത്തും നീ തയ്യാറായിരിക്കണം. എന്തിന് തയ്യാറായിരിക്കണം? ഹൃദയത്തെ സംഗ്രഹിക്കാൻ. ഹൃദയത്തെ സംഗ്രഹിക്കുക. ഞാൻ എന്നും അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന മുഴുവനും ഹൃദയത്തെ സംഗ്രഹിക്കണം. അതാണ് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു മരിയൻ വേർഡിലെ ഒത്തിരി വചനങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വചനം വേർഡും വചനത്തിൻ്റെ മറിയത്തിൻ്റെ മരിയൻ വേർഡെന്ന് പറയുന്നത് ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ്. ഈ നമ്മുടെ ആത്മക്കരുത്ത് നമ്മൾ പ്രാപിക്കുന്നത് ഹൃദയത്തെ സംഗ്രഹിച്ചാണ്. എന്താണ് ഹൃദയത്തെ സംഗ്രഹിക്കണമെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മുടെ ജീവിതത്തിൽ ചില ഷിഫ്റ്റിങ് നടക്കണമെന്ന് വിചാരിച്ചോ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തവരാണ്. നിങ്ങളുടെ ഏജൻ്റ് ഒരു ഡേറ്റ് പറയും,
ഏജൻറ്റുമാർ ഡേറ്റ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രഷറും ഏജൻറ്റ് പറഞ്ഞ ഡേറ്റും തമ്മിൽ അല്ലേ കണക്റ്റഡ് ആയിരിക്കണത്. ഏജൻറ്റ് പറഞ്ഞ ഡേറ്റിന് സംഭവം നടക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ കൂടും, അതല്ലേ? അപ്പോൾ നിങ്ങളോട് പച്ചത്തിരി നിര കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെയും പ്രഷറിൽ പ്രാർത്ഥിക്കും. ഇത് മുഴുവനായിട്ട് നിങ്ങൾ ക്രിസ്തുവിന് വിട്ടുകൊടുക്കണം. മനസ്സിലായോ? ആരുടെ വാക്കിൽ അമിതമായി വിശ്വസിച്ചിട്ടൊരു കഥയുമില്ല. ദൈവത്തിൻ്റെ വാക്കിൽ മാത്രമേ നമുക്ക് അമിതമായി വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ, മറ്റുള്ള വാക്കിൽ. അതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് ഇളച്ച് കൂട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആദ്യമേ തന്നെ ഇളച്ച് കൂട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രഷർ കുറക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഡേറ്റുകൾ അവർ പറയുന്ന അഷ്വറൻസിൽ ഓവറായിട്ട് നമ്മൾ ആശ്രയം വെക്കരുത്. അത് ചിലപ്പോൾ നടക്കാം. ചിലപ്പോൾ കടക്കാർ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ നിനക്ക് ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞു, നീ അത് തരുമോ? തന്നില്ലേ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഇരുന്ന് ചിലപ്പോൾ തന്നില്ലെന്ന് വരും, ചിലപ്പോൾ തരും. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം നിൻ്റെ ഒരിക്കലും ആലോചനകളും എപ്പോഴും നിൻ്റെ ധാരണകളും അതുപോലെ തന്നെ നിൻ്റെ സ്വസ്ഥതകളുമെല്ലാം മനുഷ്യന്മാരുടെ വാക്കിൽ ഇങ്ങനെ വിശ്വസിച്ചു കൊണ്ടാണ്. ഇത് റീഫോർമാറ്റ് ചെയ്യേണ്ടി വരും. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എൻ്റെ ഒരു ആശ്വാസവും മനുഷ്യന്മാരുടെ വാക്കിലെ വിശ്വസിക്കാതിരിക്കാനും നിന്നിൽ ആശ്രയിക്കാനും എന്നെ അഭിഷേകം ചെയ്യണമേ. നിൻ കൃപ മതിയെനിക്ക്, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യന്മാരൊക്കെ പലരും പല വാക്കുകളൊക്കെ പറയും, പക്ഷേ നമ്മളെപ്പോഴും ആശ്രയിക്കേണ്ടത് ദൈവത്തെയാണ്. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കണമെങ്കിൽ മക്കൾ പഠിക്കണം. ദൈവത്തെ ആശ്രയിക്കുന്നതിലൂടെയാണ് ഈ ഹൃദയത്തിൽ സംഗ്രഹം വരണത്. കാര്യം അമ്മയോട് കുറേ വാക്ക് ദൈവം തന്നെ പറഞ്ഞതല്ലേ. മനുഷ്യന്മാരുടെ വാക്ക് പോട്ടെ, ദൈവം തന്നെ അമ്മയോട് കുറേ വാക്ക് പറഞ്ഞതല്ലേ. ഈ പുത്രനെക്കുറിച്ച് അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ രാജാവായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, ഇല്ലേ? മംഗളവാർത്ത പറഞ്ഞില്ലേ? ഞാൻ എപ്പോഴത് ഓർക്കൂ. അത് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് പറഞ്ഞില്ലേ? യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ദൈവം തന്നെ വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം മനുഷ്യൻ മനസ്സിലാക്കണം. മനുഷ്യന്മാരുടെ വാക്ക് തന്നെയല്ല, മനുഷ്യന്മാരുടെ വാക്ക് തന്നെ ഇടയ്ക്ക് പാളിപ്പോകുന്നുണ്ട്, മൊത്തം പാളിപ്പോകുന്നുണ്ട്. ദൈവത്തിൻ്റെ വാക്കും പ്രഥമ ദൃഷ്ടിയ പാളുന്നതായിട്ട് നമുക്ക് തോന്നും. കാര്യം എന്താണ്? ഈ പുൽത്തൊട്ടിയിലെ ഈ കാലിക്കൂട്ടത്തിനൊക്കെ എങ്ങനെ സംസാരിക്കാൻ ശേഷി ഉണ്ടാച്ചെങ്കിൽ അവർ പറയണ തെറി ഇവർ കേട്ടനുസരിക്കും പറഞ്ഞാൽ. കാലത്ത് കാളയും ആടുമൊക്കെ എൻ്റെ പുൽത്തൊട്ടിലുള്ളത് ഇല്ലേ? അവരാപ്പടെ ഒതുങ്ങിക്കൊടുക്കുകയും ഞാൻ ആ പുൽത്തൊട്ടി കയറിയതാണ്. ഒരു മല വീശി നിൽക്കുകയാണ്. ഒരു കുന്നും ചെരുവാണ്. കുന്നും ചെരുവിലൊരു പാറ ഇങ്ങനെ തള്ളി നിൽക്കുന്ന അതിൻ്റെ ഉള്ളിലാണ് ഈ പുൽക്കൂട് ബെത്ലഹേമിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ആ പാറ പുരാതനമായൊരു പാറയുണ്ട്, കരിമ്പാറ ഇങ്ങനെ നിൽക്കുന്നു. മൊത്തം മുഴുവനും ബെത്ലഹേം മുഴുവനും അന്നും ഇന്നും പച്ചപ്പുല്ല് കൊണ്ട് നിറഞ്ഞതാണ്, ജനവാസം ഒന്നുമില്ല അവിടെയെങ്കിലും. അപ്പോഴേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണെങ്കിലും ഈ ആട് പശു ഒക്കെ എല്ലാം നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ഈ മഞ്ഞിൻ്റെ രാത്രിയിൽ അവരുടെ ഉള്ളിലോട്ട് വേറെ രണ്ട് മനുഷ്യർ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നീരസം തോന്നും.
അവർക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പറയുന്ന തോന്നിവാസം ഔസേപ്പിതാവ് മതം കേൾക്കാതിരുന്നതാണ്. ഇതൊന്നും സിമ്പിളല്ലെന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ജീവിതമൊന്നും അത്ര സിമ്പിളല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്താണ് ഇടയന്മാർ, ഒരു പ്രാകൃതരായ മനുഷ്യർ കയറി വരണത്. പ്രാകൃതരായ മനുഷ്യരെ കണ്ടിട്ട് പോലുമില്ല, ഒരു പരിചയവുമില്ല. ലോകം മുഴുവനും എൻ്റെ പരിചയത്തിലാക്കണത് ദൈവം അവരെ സെൻഡ് ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ്. മനസ്സിലായ? അല്ലെങ്കിൽ അടുത്തുള്ളവർ പോലും നമുക്ക് അപരിചിതരായി വരും. പ്രാർത്ഥിക്കുക, ദൈവമേ പ്രാർത്ഥിക്കുക. കർത്താവേ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന് വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ലോകത്തോടും ജീവിതത്തോടും പുതിയ സമീപനം സ്വീകരിക്കാനും ആരും അപരിചിതരല്ല. എല്ലാവരും ക്രിസ്തുവിനാൽ അയക്കപ്പെടുന്നവരും എന്നെ സഹായിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ സംവിധാനമാകയാൽ പരിചിതരുമാണെന്നുള്ള ബോധ്യത്താൽ എന്നെ നിറക്കണമേ, നയിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാ നീ മതി നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നുള്ള വചനത്തിന് അനപേക്ഷണീയമായിട്ടാണ് ആരും അപരിചിതരല്ല എന്ന വചനത്തിലേക്ക് വരുന്നത്. മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആരും അപരിചിതരല്ല, ബന്ധുക്കളല്ല, സ്വന്തപ്പെട്ടവരുടെ സഹോദരങ്ങളല്ല. പക്ഷേ അടുത്ത് ഇപ്പോഴ് ഈ പ്രസവ രാത്രിയിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ജീവിതത്തിൽ കണ്ടുമുട്ടാത്ത വ്യക്തികളാണ്. പക്ഷേ അവരെ ദൈവം സെൻഡ് ചെയ്തിരിക്കുകയാണ്, അവരെ ദൈവം അയച്ചിരിക്കുകയാണ്. അവർ പറയുന്ന വാക്കുകൾ അതാണ്. നമ്മളോട് പറയപ്പെട്ടതുപോലെ തന്നെയാണ് പുൽത്തൊട്ടി കാണപ്പെടുന്നത്. എന്താണ്? പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടത്തിയിരിക്കുന്ന ശിശു, ഇവനാണ് രക്ഷകനെന്നാണ്. അപ്പം അവരുടെ വചനങ്ങളിൽ നിന്നാണ് മറിയം താൻ പ്രസവിച്ചിരിക്കുന്ന കുഞ്ഞ് ദിവരക്ഷകനാണെന്നും തന്നോട് ദൈവം പറഞ്ഞ വാക്കുകൾ ഇനിയും കാത്തിരിക്കേണ്ടതാണെന്നും പറഞ്ഞ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നത്. തന്നോട് പറഞ്ഞത് എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യാക്കോബിന്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ലൂക്ക 1:31 ലൂക്കാസ് വിശേഷം. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം എന്താണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അട്ടടയന്മാർ പോയപ്പോൾ മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താണ്? കർത്താവിൻ്റെ വചനം യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും, ദാവീദിൻ്റെ സിംഹാസനം അവിടത്തേക്ക് നൽകുമെന്നാണ് പറഞ്ഞതെങ്കിലും
ആ വാക്ക് ഇപ്പം നിറവേറണില്ല. അതിന് ഘടകവിരുദ്ധമായിട്ട് ചുമ്മാ ഒരു വഴിയരികിൽ പ്രസവിച്ച് കിടക്കേണ്ട അവസ്ഥയാണ്. വചനവും അതിൻ്റെ പ്രയോഗവും തമ്മിൽ നിറവേറണില്ല. കണ്ടില്ലേ? നിറവേറണില്ലല്ലോ. അപ്പം നിറവേറാത്ത സമയങ്ങൾ വരും. അപ്പം നിറവേറാത്ത സമയങ്ങൾ വരുമ്പോൾ നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും നമ്മുടെ അനുഭവവും തമ്മിൽ നല്ല ശരിക്കും വാളും പരിചയം പോലെ നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കോൺട്രഡിക്ഷൻ ഉണ്ടാകും. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവന് ഈ വിശ്വാസത്തിൻ്റെ കോൺട്രഡിക്ഷൻ അഭിമുഖീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ശമയോൻ പറയണത് ഹി വിൽ ബി എ സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ. അതായത് അവൻ തർക്കത്തിൻ്റെ അടയാളമായിരിക്കുന്ന ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 2:34. വെച്ചോളൂ. ലൂക്ക 2:34. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. എപ്പോഴും ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായിരിക്കുമ്പോൾ ആ പഴയ സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്ക് മാറുന്ന ട്രാൻസിഷൻ പീരീഡിലാണ് ഈ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാകുന്നത്. എന്താണ് വിവാദമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം പ്രഥമ ദൃഷ്ടിയ ദൈവത്തിൻ്റെ വചനം തരുന്ന അഷുറൻസ് നമുക്ക് വർത്തമാനകാലത്ത് ചില സമയത്ത് അനുഭവിക്കാതെ വരും. കാര്യം അവൻ വലിയവനായിരിക്കും എന്നല്ലേ പറയണത്. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും. ദാവീദിൻ്റെ സിംഹാസനം അവിടെ നിന്ന് നൽകുമെന്ന് പറഞ്ഞു കേട്ടിട്ട് അവനെ കൊണ്ട് കിടത്തണത് പുൽത്തൊട്ടിലാണ് കിടത്തണത്. സിംഹാസനമാണ് അപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, പക്ഷെ കിട്ടണത് പുൽത്തൊട്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ ചില സമയത്ത് ഈ ഡൈക്കോട്ടമി വരും. ഡൈക്കോട്ടമിയാണ് നീ ഒരു വിശ്വാസി 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലേക്ക് കടക്കുന്നത് ഈ ട്രാൻസിഷൻ പീരീഡിലാണ്. നീ വിശ്വാസിയാണ്, പക്ഷേ വിശ്വാസത്തിന് പാഠങ്ങളുണ്ട്, ക്ലാസ് കയറ്റങ്ങളുണ്ട്. അത് 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലേക്ക് 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിലേക്ക് വിശ്വാസി പോകുന്നത് ഈ ട്രാൻസിഷൻ പീരീഡ് കൈകാര്യം ചെയ്തിട്ടാണ്. അമ്മ അതെന്താ ചെയ്യണത്? അമ്മയ്ക്കത് മനസ്സിലാവണില്ല. എന്താണ് അമ്മയോട് പറഞ്ഞിരിക്കുന്നത്? അവൻ യാക്കോബിൻ്റെ ഗോത്രത്തിൽ വലിയവനായിരിക്കും, ദാവീദിന് സിംഹാസനം നൽകുമെന്നാണ്. പക്ഷെ അമ്മ പ്രസവിച്ച് കിടക്കുന്നതിന് പുൽത്തൊട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ അനുഭവം അപ്പം ചില സമയത്ത് നിനക്ക് അനുഭവേദ്യമാകുന്ന വിഷയങ്ങൾ പലപ്പോഴും നീ പ്രതീക്ഷിച്ചതിന് ഘടകവിരുദ്ധമായിരിക്കും. ദൈവപൈതലെ ശ്രദ്ധിക്കുക. നീ പ്രതീക്ഷിക്കുന്ന കാര്യത്തേക്കാൾ ഘടകവിരുദ്ധമായിരിക്കും ഇപ്പോഴും നീ അനുഭവിക്കണത്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം ഇപ്പോഴും ഇങ്ങനെ അനുഭവിച്ചാലും ദൈവം തന്നോട് പറഞ്ഞ വാക്കുകൾ എപ്പോഴായാലും നിറവേറും. അതുകൊണ്ട് തന്നെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് അതാണ്. എന്താ കാര്യം? ഇപ്പോഴത്തെ എന്നോട് പറഞ്ഞ പോലെ അല്ല ഇപ്പം നടക്കണമെന്നെങ്കിലും അത് നടക്കാതിരിക്കത്തില്ല, നടന്നേ മതിയാവൂ. അപ്പം സത്യസന്ധനാണ്, അപ്പം വാക്ക് പാലിക്കും. അതാണ് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രത്യാശ ജീവിക്കണം. കൈ ഇടിച്ച് കർത്താവോട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആൻലിയ സിബി എന്ന് പറഞ്ഞൊരു സാക്ഷി ഉണ്ടായിരുന്നു. ആൻലിയ സിബി ഒരു +2 വിദ്യാർത്ഥിയാണ്, പക്ഷെ വെടികെട്ട് സാക്ഷിയാണ്. അപ്പോൾ
പ്ലസ് ടുക്കാരല്ലേ, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമല്ലോ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ആലിയ ബ്രില്യൻ സ്റ്റുഡൻ്റാണ്. കാഞ്ഞിരപ്പള്ളിയിലെ ഒരു മോളാണ്. അതായത് എന്താ ആലിയയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വിദേശത്ത് പഠിക്കണം. പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ. പ്ലസ് ടു കഴിഞ്ഞെങ്കിലും ആൾ IELTS കവർ ചെയ്ത്, പ്ലസ് ടു വെച്ച് IELTS കവർ ചെയ്ത്. പക്ഷേ വിസയ്ക്ക് കുറേ താമസം വരുന്നു. അതിനകത്തുള്ളിൽ ഒരു കൊല്ലം അങ്ങ് കടന്നു പോകും. ഒരു കൊല്ലം കടന്നു പോകുമ്പോൾ അവളുടെ അമ്മ പറയും, മാതാവ് നമ്മളെ വിളിക്കുന്നുണ്ട്, നമുക്ക് മാതാവ് അങ്ങോട്ട് വിളിക്കേണ്ട മകളെ, എന്നാലേ നിനക്ക് പോകാൻ പറ്റത്തുള്ളൂ, അത് നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് അമ്മയും മോളും വന്ന് ഉടമ്പടി എടുക്കും. അമ്മയും മോളും വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവളുടെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒരു മാനസിക ആ വയസ്സ് നോക്കണം നമ്മൾ, കൊച്ചു കുട്ടിയാണ്. പക്ഷേ അതേസമയം തന്നെ വലിയ വയലാണ് വർത്തമാനമൊക്കെ പറയണത്. പിന്നെ സാക്ഷ്യം വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തൊണ്ടയ്ക്ക് ഇടറും. കാര്യം എന്ന് വെച്ചാൽ അവരുടെ പ്രായത്തിൽ ദൈവത്തെ അവർ മനസ്സിലാക്കിയിരിക്കുന്ന രീതി അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കാൻ വരുമ്പോൾ തൊണ്ട ഇടറനാണ്. അപ്പോൾ ഒരു ദിവസം അവൾക്ക് പാസ്പോർട്ടിൽ അവർ ഉടമ്പടി തൈലം പൂശിയിട്ട് പ്രാർത്ഥിക്കും പാസ്പോർട്ടിൽ. ഇതൊക്കെ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തിരിക്കണമല്ല കേട്ടോ. ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ ഈശോ തോന്നിക്കുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്, വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ്. അവരും ഈശോയും തമ്മിലുള്ള സ്വകാര്യമായ വിശ്വാസത്തിന് ചില എക്സ്പ്രഷൻസാണ്. അപ്പം അത് മനുഷ്യരുടെ തന്മയത്വത്തിൽ അവർ ചെയ്യണതാണ്. അവർ മനോധർമ്മം അനുസരിച്ച് ഓരോരുടെ വിശ്വാസത്തിന് എക്സ്പ്രഷൻസ് അവരുടെ മനോധർമ്മമല്ലേ. അവിടെ മനോധർമ്മം പറഞ്ഞ് പാസ്പോർട്ടിൽ ഇങ്ങനെ ഉടമ്പടി തൈലം പൂശിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതിന് സ്മെല്ലടിക്കും, മുല്ലപ്പൂവിൻ്റെ. അതാണ് അവരുടെ വിശ്വാസമാണത്. ആ വിശ്വാസത്തെ മാതാവ് അക്സെപ്റ്റ് ചെയ്യുമതേ. അപ്പോൾ ഇതെനിക്ക് അമ്മയെ കിട്ടത്തേ ഇല്ലേ ഒരിക്കലും. ഞാൻ എൻ്റെ ദിവസം ഇങ്ങനെ കാലങ്ങളിങ്ങനെ കഴിഞ്ഞ് പോവുക, ഇവിടെ പഠിക്കാനും പറ്റണില്ല, പുറത്തേക്ക് പോകാൻ പറ്റണില്ല. അപ്പം ഞാനിങ്ങനെ നിന്ന് പോകുക. എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ കയറി പോകണമല്ലോ പഠിച്ച്. നാട്ടിൽ തന്നെ ഉള്ളവരും അവരെല്ലാം ഡിഗ്രി സ്റ്റുഡൻ്റായി പോകുമ്പോൾ ഞാനിവിടെ ഡിഗ്രി എടുക്കാതെ PDC പ്ലസ് 2 വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിസ കിട്ടത്തേ ഇല്ലേ, നമുക്ക് ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെയാണ്. അതായത് എന്നിട്ട് ഇവിടെ പാസ്പോർട്ടിൽ ഉടമ്പടി തൈലം വേണ്ടിയിട്ട് കുരിച്ചിടും, വിസ പ്രമാണത്തിൽ കുരിച്ചിട്ട് കഴിയുമ്പോൾ സ്മെല്ലാകുമ്പോൾ തന്നെ ഇവർക്ക് ഫീലാവും. കാര്യം എന്താ, അമ്മ എനിക്ക് വിസ തരും, അമ്മ വന്നല്ലോ, ഞങ്ങളുടെ വീട്ടിൽ അമ്മ വന്നില്ലേ. അപ്പോൾ പപ്പയുടെയും ഡാഡിയുടെ മമ്മിയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വല്ല സെൻറ്റാവെല്ലാം പൂച്ചിട്ടുണ്ടോ, ഇവിടെ ഭയങ്കര മണമാണല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയും ഇല്ല, ഒന്നുമില്ലെന്ന് പറയും. അപ്പോൾ എന്താ സംഭവിച്ചാൽ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് കൃത്യമായി വിശ്വസിക്കുന്നു, അമ്മ വന്നതാണെന്ന് വിശ്വസിക്കുമ്പോഴും അവളുടെ ഒരു പ്രശ്നം, അവൾ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഒരു പ്രശ്നം. ചില ഡേറ്റ് ഹോണർ ചെയ്യും, ചിലത് നമ്മൾ വെച്ചിരിക്കുന്ന ഡേറ്റ് പൊട്ട ഡേറ്റ് ആയിരിക്കും. അതാണ് പ്രശ്നം. നമ്മൾ ഡേറ്റ് വെക്കുക, ചില ആൾക്കാർ ഇപ്പോൾ ഡേറ്റ് വെപ്പ് കൂടുതലാണല്ലോ. ഇപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന ഡേറ്റ് പൊട്ട ഡേറ്റ് ആയിരിക്കും, ഹോണർ ചെയ്യത്തില്ല. എന്നാൽ സത്യസന്ധമായിട്ട് ഡേറ്റ് ഹോണറിങ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉടമ്പടിയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഡേറ്റ് ഹോണറിങ്. കാര്യം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ 2004 പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയം ഒരു വിഷയമാണ്. അതേസമയം തന്നെ ഡേറ്റ് നമ്മൾ ദൈവത്തിന് ഒപ്പിച്ച് ഡേറ്റ് ഇട്ടാൽ ഇപ്പം തന്നെ സിജോ അതാണത്. അതായത് ഒരു മിനിറ്റ്, സിജിമോളിൻ്റെ സാക്ഷ്യം നമ്മൾ സിജിമോള് നെയ്യാറ്റിൻകര. സിജിമോൾ എന്താ ചെയ്തിരിക്കണത്, സിജിമോൾ ഉടമ്പടി ചെയ്ത് അങ്ങനെ ഇവിടെ വരണമെന്നോ ഉടമ്പടി ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആളല്ല. പക്ഷെ സാക്ഷികളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടായി കല്യാണം കഴിക്കാൻ നിൽക്കണല്ലോ, ചേട്ടായി അമ്പനും ബില്ലിനും അടുക്കണില്ല. എന്താ കാര്യത്തിൽ പുള്ളിക്ക് കെട്ടാൻ തോന്നണില്ല മനസ്സിൽ. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും, ചില ലേഡീസിനും ഉണ്ടാവും കല്യാണം കഴിക്കാൻ തോന്നാതിരിക്കും. അവരെല്ലാവരും അങ്ങനെയല്ല. ചിലർക്ക് മാനസികമായിട്ട് ഈ രണ്ടുപേരോട് ജീവിക്കണ പൊരുത്തപ്പെടാൻ പറ്റാത്ത മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. അതെല്ലാം മാനസിക പ്രശ്നങ്ങളല്ല.
അവർക്ക് കല്യാണം കഴിച്ചിട്ട് എന്തിനാണ്, എങ്ങനെ ഒരുമിച്ച് ജീവിക്കണമല്ലോ, അത് വേണ്ട, അതെന്നൊക്കെ അങ്ങനെയൊക്കെ അതിൻ്റെ അകത്തൊരു തൃപ്തി തോന്നാത്ത ആൾക്കാരുണ്ട്. വിവാഹം കഴിക്കുന്നതിൽ ഒരു തൃപ്തി തോന്നാത്ത ആൾക്കാർ ഒത്തിരി ഉണ്ട്. അതൊരു സെൻസിബിളായിട്ടുള്ള കാര്യമായിട്ട് തോന്നാത്ത ഒത്തിരി പേരുണ്ട്. ഇങ്ങനെ അവിടെ എണ്ണ സമൂഹത്തിൽ കൂടി വരുന്നതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഇയാൾ എന്തിനാ കല്യാണം കഴിക്കണമെന്ന്, പക്ഷേ വീട്ടുകാർക്കറിയാം ഇവൻ അവസാനം ഒരു ടൈം കഴിഞ്ഞാൽ ആരും നോക്കാനുണ്ടാകത്തില്ലല്ലോ. സത്യം, കല്യാണം കഴിച്ചപ്പോൾ നോക്കാനില്ല, എന്നാലും മക്കൾ നോക്കുന്നുണ്ട് ശരിക്കും, അല്ലേ? മക്കൾ നോക്കുന്നുണ്ട്. മക്കളില്ലാത്ത ആൾക്കാരാണ് ഈ അനാഥാലയത്തിലേക്ക് പോകുന്നത്. മക്കളുള്ളവരും പോണില്ലെന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. അത് മക്കളുടെയൊക്കെ ഒരു പ്രത്യേക രീതികൾ കൊണ്ടാണ് മാതാപിതാക്കന്മാരോട് കാണിക്കുന്ന. അവർ ആരും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. രണ്ടുപേർക്കും ജോലിയുണ്ട്. ജോലി പോകുമ്പോൾ അപ്പനെ നോക്കി വീട്ടിലിരുന്ന ജോലി പോകും. ചില ആൾക്കാർ ജോലി കളഞ്ഞുകൊണ്ട് അപ്പനെ നോക്കുന്നവരുണ്ട്. ചിലർക്ക് അത്രയും ശമ്പളം ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാകത്തില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ സഫർ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഇതിന് നമ്മൾ എന്ത് ഉടമ്പടി എടുത്താലും ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അതിൻ്റെ ഒരു ഡിഗ്രി കോഴ്സിലേക്കൊക്കെ വരുമ്പോൾ വല്ല തറാപ്പറയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത് തൽക്കാല വിശ്വാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ക്രിസ്തുവിൽ വളരാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് വരും. അവിടെയാണ് പേയ്മെൻറ്റ് വരണത് പ്രശ്നം. ഇപ്പം തന്നെ കണ്ടില്ല, ഭാര്യയും ഭർത്താവും ഉണ്ട്. ഇന്നലെ ഞാൻ ഡീൽ ചെയ്തൊരു കേസാണ്. ഭർത്താവുണ്ട്, അതായത് എന്താ സംഭവിച്ചു, ഇന്നലത്തെ എന്താ വെച്ചാൽ അവർക്ക് അമ്മ അവരുടെ കൂടെ താമസിക്കുകയാണ്. ഭാര്യയുടെ കൂടെ മകളുടെ കൂടെ അമ്മ താമസിക്കുന്നു. അങ്ങനെ ഭർത്താവും ഭാര്യയും ഭാര്യയുടെ അമ്മയും കൂടി താമസിക്കണം. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്ങളെയാണെങ്കിൽ 5 പൈസ ഇവളുടെ സ്ത്രീധനം കൊടുത്തിട്ടില്ല. അതേസമയം തന്നെ അങ്ങനെ ഷെയറും കൊടുത്തിട്ടില്ല. അമ്മനെയാണെങ്കിൽ അയാൾ അടിക്കുകയും ചെയ്യും. മകൻ തന്നെ അടിക്കും. അതാണ് വിഷയം. ഇപ്പം മക്കളില്ലെന്നും പറഞ്ഞൊരു നമ്പരയിലേ ഉള്ളൂ. ഉണ്ടെന്നും പറഞ്ഞ് 9 നമ്പർ ഉണ്ടാവും. അതാണ് പ്രശ്നം. അത് പല കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഈ അമ്മ മകൻ്റെ തല്ല് കൊള്ളാതിരിക്കാൻ വേണ്ടി മകൾ കൊണ്ടുപോകുന്നു. അപ്പോഴെന്നാ ഇവിടെ പ്രശ്നമായി. ഇവിടെ എന്താണ്, മകൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അവൻ മകനോട് പറയണം, നീ പെണ്ണുമ്പിള്ള പറഞ്ഞാൽ കേട്ട് പെണ്ണുമ്പിള്ള അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ നീ ഒഴിവാക്കിയെന്ന് പറയുക. അപ്പോൾ അവന് ഇവിടെ ഭാര്യയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റണില്ല, ഭർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ് അമ്മയുടെ മകൻ ജീവിച്ചിരിപ്പില്ലേ, അമ്മയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, അമ്മയുടെ ഭർത്താവും ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളെ കൊണ്ട് ആക്ക്. അപ്പോൾ ആക്കാൻ അവൾ തയ്യാറല്ല. ഞാൻ പിന്നെ അവളെ കൊണ്ട് തയ്യാറാക്കിച്ച്, അല്ലാതെ പിന്നെ മാർഗ്ഗമില്ലല്ലോ. അവളെ കൊണ്ട് തയ്യാറാക്കിച്ച് നിങ്ങളെ കൊണ്ടേ ആക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മുന്നോട്ട് പോകത്തില്ല. ന്യായമായ കാര്യം അതാണ്. വീട്ടിൽ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അതേസമയം ഭർത്താവിനെ അവൻ തല്ലും എന്നാണ് പറയണത്. ശരി, എങ്ങനെ നിങ്ങൾ പോലീസിൻ്റെ സഹായം തേട്. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ചില സമയത്ത് നമുക്കിത് ഇങ്ങനെ സമൂഹത്തിന് സംവിധാനങ്ങൾ ഉള്ളതിൻ്റെ കാരണം ചില സമയത്ത് നമ്മളത് ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ അകത്ത് പൗരസപ്പോസനം പോലും ഉപയോഗിച്ചില്ലേ, പോലീസിനെയും പട്ടാളത്തിനെയും കോടതിനെയും എല്ലാം ഉപയോഗിച്ച ആളാണ് പൗരസപ്പോസനൻ. അപ്പം ചില സമയത്ത് ക്രിസ്തു ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ക്രിസ്തുവിനെ പ്രതി അല്ലെങ്കിൽ ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ പിന്നെ ഇതെല്ലാം നമുക്ക് മസ്റ്റായിട്ട് വരും, കൂടുതൽ മസ്റ്റായിട്ട് വരും. അത് ഉപയോഗിക്കണമെന്നല്ല, ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉപയോഗിക്കണമെന്നല്ല, ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ ഇതെല്ലാം കൂടുതൽ ഉപയോഗിക്കേണ്ടി വരത്തില്ലെന്നല്ല, കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഞാനിത് കൊണ്ട് തീരുമാനമെടുപ്പിച്ച് വിട്ടു. 5 മിനിറ്റ് നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. 5 മിനിറ്റുള്ള ആ സംഭവത്തിൽ തീരുമാനമായി. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകുന്നൊരു ക്രോസ്, ഇത് ഇപ്പോൾ എല്ലാവർക്കും കുരിശാണ്. അങ്ങോട്ട് തിരിഞ്ഞാലും കുരിശ്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ അമ്മനെ വിട്ടാലും കുരിശാണ്, അമ്മനെ നിർത്തിയാലും കുരിശാണ്. അതാണ് വിഷയം. അമ്മയെ നിർത്തിയിട്ട് ഇവക്കിട്ട് അമ്മ തലമുണ്ട്, അതാണ് വിഷയം. അമ്മ ഒരു പ്രത്യേക ടൈപ്പ് സംഭവമാണ്. ആടി പാർസൽ കൊടുക്കും മകളുടെ ഔദാര്യത്തിൽ താമസിക്കണമെന്നൊരു ഒരു കഥയുമില്ല. ഭർത്താവ് നിർത്തിക്കൊണ്ട് മകൾക്ക് അടിക്കും അമ്മ. അപ്പം ഇങ്ങനെ അപ്പം നിർത്തിയാലും കുരിശ്, മറഞ്ഞു വിട്ടാലും കുരിശ്, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസാണ്.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഡിഗ്രി ക്ലാസ്സാണിത്. ഇതിൻ്റെ അകത്തെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്. മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറഞ്ഞില്ലേ? എല്ലാം നമുക്ക് മനസ്സിലാക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പം പേയ്മെൻ്റ് ഇല്ല. നിത്യതയിൽ പേയ്മെൻ്റുള്ള കാര്യങ്ങൾ ചില സമയത്ത് ഹെവി സബ്ജക്റ്റാണ്. അതിൻ്റെ പേയ്മെൻറ്റ് നിത്യതയിലാണ്. അതനുസരിച്ചുകൊണ്ട് മറിയം ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? മറിയം ഹൃദയത്തെ സംഗ്രഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ എന്നോട് പറഞ്ഞത് എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല, യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും, ദാവീദിന് സിംഹാസനം തരുമെന്നാണ് അപ്പ പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോൾ കിടക്കുന്ന കാര്യത്തൊഴുത്തിലാണ്. ആ വചനം വിശ്വസിച്ചിട്ട് ഞാൻ ഇവിടെ ഇപ്പം അനുഭവിക്കണത് ഭയങ്കരമായ പ്രക്ഷുബ്ധതയിലാണ് ഞാൻ അനുഭവിക്കണത്. പക്ഷേ അമ്മ എന്തുകൊണ്ടാണ് ഫൈറ്റിങ്ങിന് പോകാത്തത്? അവിടെയാണ് വിഷയം. ക്രിസ്തുവിൻ്റെ ഡിഗ്രി ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ക്രിസ്തു പാഠങ്ങളുടെ ഡിഗ്രി ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട പ്രാക്ടിക്കലാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? ക്രിസ്തുവിൻ്റെ ഡിഗ്രി ക്ലാസ്, ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ, ക്രിസ്തു എന്ന് പറയുന്നത് നിത്യതയും കവിഞ്ഞ് കിടക്കുന്ന വലിയ നമ്മുടെ രക്ഷാകരമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ പേയ്മെൻറ്റ് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്താ? വിശ്വാസം കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ കണ്ടില്ലേ, അവൾ അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള കാര്യം സത്യം. അവൾ എന്തുമാത്രം സഹിച്ചിട്ടാണ് അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇപ്പോഴവളുടെ ലൈഫ് ഭർത്താവ് ആയിട്ട് അവൾ പിരിയാൻ പോകുന്ന കണ്ടീഷൻസ് വന്നുകൊണ്ടാണ് ഞാൻ അമ്മയെ തിരിച്ച് അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കാര്യം അവർ മാതാപിതാക്കന്മാർ വിട്ട് ഭാര്യയോട് ചേരുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഈശോയുടെ ഒരു ലൈൻ അതാണ്. കാര്യം ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ്, അമ്മയുടെ വീട്ടിൽ കൊണ്ട് ആക്കണമെന്ന് തന്നെയാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനാണ്. മനസ്സിലായില്ലേ? ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും ജീവിതത്തിലെ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മാതാവിനതുണ്ടായിരുന്നു. പക്ഷെ അമ്മ എന്ത് ചെയ്ത്? 2:19 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സമയബന്ധിതമായി ഇടപെടുന്ന അവിടുത്തെ വലിയ കാരുണ്യത്തിന് നന്ദി പറയുന്നു. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. തിരുകൃപ മതി എനിക്ക്. ലൂക്ക 2:19 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ എന്താ ചിന്തിച്ചത് മറിയം എന്താ ചിന്തിച്ചതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. പരിശുദ്ധ എലിസബത്തിനെ കണ്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറഞ്ഞത് എന്താണ്? ലൂക്ക 1:45 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 1:45 കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോഴും മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചത് എന്താണ്? കർത്താവ് പറഞ്ഞതാണ് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന്. കർത്താവ് പറഞ്ഞതാണ് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കുമെന്ന്. കർത്താവ് പറഞ്ഞതാണ് ദാവീദിന് സിംഹാസനം അവന് നൽകുമെന്ന്.
ഇത് ഇപ്പം നൽകുന്നില്ലെങ്കിലും ഒരിക്കലും നൽകപ്പെടുകയല്ലെന്ന് ഇത് നൽകാൻ പോകുന്ന കാര്യമാണ്. കർത്താവ് നിന്നെ അരുളിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കണം. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതിക്കുക. എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അച്ഛനിലൂടെ എന്താ ഈശോ സംസാരിക്കണമെന്ന് അറിയത്തില്ലേ? ചില അനുഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കത്തില്ല സംഭവിക്കുന്നത്. അതിൻ്റെ പേരിൽ നിങ്ങൾ ദൈവമായിട്ട് ഫൈറ്റിങ്ങിന് പോകരുത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഡേറ്റിന്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഡേറ്റിന്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വിഷയത്തിന്, ഇപ്പോൾ അവൾ അല്ലിയ ചോദിക്കുന്നത് എന്താണ്? എനിക്ക് ജനുവരി ഇൻടേക്കിനാണ് പോകേണ്ടത്. ജനുവരി ഇൻടേക്കിന് വിട്ടില്ലെങ്കിൽ അവൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ലെന്നാണ് പറയണത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിസ പ്രോസസ്സിങ് നടന്ന് അവളെ കിട്ടും. അതിനാണ് പാസ്പോർട്ടിൽ തൈലം തേച്ചപ്പോൾ മാതാവിൻ്റെ സുഗന്ധം ഉണ്ടായത് തരുമെന്നാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം തന്നെ തരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവരെ കിട്ടിയില്ല. കിട്ടാതെ അപ്പോൾ ഇവൾ പെട്ടെന്ന് സങ്കടപ്പെടുന്നുണ്ട്, ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അപ്പോഴേ അവളുടെ അപ്പനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പന് അന്ന് മുതൽ പിറ്റേ ആഴ്ച മുതൽ വചനം വായിക്കാൻ തുടങ്ങി. അപ്പന് വചനമൊക്കെ ഇഷ്ടമാണെങ്കിലും വചനം വായിക്കാറില്ല. അപ്പൻ സ്വന്തം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് വചനം വായിക്കാൻ തുടങ്ങി. കാരണം ഉടമ്പടിയിലുള്ളതാണല്ലോ വചനം, അരമണിക്കൂർ വചനം വായിക്കണമല്ല. അപ്പന് ഉടമ്പടിയുടെ ഭാഗമാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുമെന്നല്ലാതെ മകളുടെ ആനുകൂല്യങ്ങളിൽ നമുക്ക്, അനുഗ്രഹത്തിലും ശമ്പളത്തിലും നമുക്ക് പങ്കാളിത്തം വേണം. മകളുടെ ആത്മീയതയിൽ നമുക്ക് പങ്കാളിത്തം ഇല്ല. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? മകൾ ഇവിടുന്ന് പോയി യൂറോപ്പിൽ പോയി പഠിച്ച് അവളവിടെ ശമ്പളം കിട്ടി. അവൻ്റെ ശമ്പളം അപ്പം എപ്പോട്ട് മേടിക്കും. പക്ഷേ ഇവളുടെ ആധ്യാത്മികതയിൽ അത് നിങ്ങളാരെങ്കിലും ചെയ്തേക്കണം. അതാണ് ഇവിടുത്തെ എല്ലാ പുരുഷന്മാർക്കും വന്നിരിക്കേണ്ട ഒരു അബദ്ധം. ഭാര്യമാരൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ സംഭവമൊക്കെ ചെയ്യുക, അവരൊന്നും ചെയ്യത്തില്ല. അവർ ചില സ്മോളൊക്കെ അടിച്ച് അങ്ങനെ കറങ്ങിയൊക്കെ നടക്കും. അത് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പന് പക്ഷേ ഇത് മനസ്സിലായി, താൻ കൂടി ഇതിൻ്റെ അകത്ത് വരാതെ ഇനി ശരിയാകത്തില്ലെന്ന്. പുള്ളിക്കാരൻ അപ്പോൾ സ്വന്തം ഇവരാരും പറയാതെ തന്നെ സ്വന്തമായിട്ട് ഉടമ്പടി ഭാഗമായിട്ട് വചനം എടുത്ത് വായിക്കാൻ തുടങ്ങി. വചനം പുള്ളിക്കാരൻ വായിക്കാൻ തുടങ്ങിയതോടുകൂടി ഈ സ്മെല്ല് സുഗന്ധപൂർവമായ വീട് മുഴുവൻ നിറയ്ക്കാൻ തുടങ്ങി. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അനുഭവിക്കാൻ തുടങ്ങി. അന്ന് രാത്രി 3 മണിക്ക് വിസ അടിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സമയബന്ധിതമായി ഇടപെടുന്ന അവിടുത്തെ വലിയ കാരുണ്യത്തിന് നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ വരു യാത്രയതിൽ തിരുകൃപ മതി. പരിശുദ്ധ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അതായത്